നമസ്കാരം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. താൻ ഒരു തവണ മാത്രമേ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളൂ എന്ന കടകംപള്ളിയുടെ ആവർത്തിച്ചുള്ള വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് അനിവാര്യമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ അനുമതി ലഭിച്ചാലുടൻ അറസ്റ്റിലേക്ക് നീങ്ങാനാണ് SITയുടെ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്ത വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ രണ്ടാമതും എത്തിയതിന്റെ വ്യക്തമായ ചിത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പോറ്റിയുടെ അമ്മാവന്റെ മകൾക്ക് ഡിഗ്രി പരീക്ഷയിൽ റാങ്ക് ലഭിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വീട്ടിലെത്തി ഉപഹാരം നൽകുന്നതാണ് ചിത്രത്തിലുള്ളത്. മന്ത്രി വീട്ടിലെത്തിയപ്പോൾ മകളെ അവിടേക്ക് വിളിച്ചു വരുത്തിയതാണെന്ന് കുട്ടിയുടെ പിതാവ് വെങ്കടേശ്വരൻ പോറ്റി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോറ്റിയുടെ കുടുംബവുമായി അത്രമേൽ അടുത്ത ബന്ധം കടകംപള്ളി പുലർത്തിയിരുന്നു എന്നതിലേക്കാണ് ഈ ചിത്രങ്ങൾ വിരൽ ചൂണ്ടുന്നത്. നേരത്തെ ഒരു ചിത്രം പുറത്തു വന്നപ്പോൾ പോറ്റിയുടെ പിതാവിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതാണെന്നും ഒപ്പം രാജു എബ്രഹാം ഉണ്ടായിരുന്നു എന്നുമായിരുന്നു കടകംപള്ളിയുടെ വിശദീകരണം. അന്ന് ആരോ നൽകിയ സമ്മാനപ്പൊതി താൻ കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ പുതിയ ചിത്രം പുറത്തു വന്നതോടെ ആ സന്ദർശനം യാദൃശ്ചികമല്ല എന്നും പോറ്റിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു മുൻമന്ത്രിയെന്നും വ്യക്തമായിരിക്കുകയാണ്. എന്തിനാണ് കടകംപള്ളി രണ്ടാമതും അവിടെ എത്തിയത് എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം വിശദീകരണം തേടും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളിയുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും പുതിയ തെളിവുകൾ അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുഖ്യപ്രതിയുമായുള്ള മന്ത്രിയുടെ അടുത്ത ബന്ധം സ്വർണ്ണക്കടത്തിന് രാഷ്ട്രീയ തണൽ ലഭിച്ചുവെന്ന ആരോപണത്തിന് ബലമേകുന്നതാണ്. കടകംപള്ളിയെ പ്രതിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുന്നോടിയായി SIT ഉന്നതതലത്തിലുള്ള രാഷ്ട്രീയ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. പ്രതിരോധത്തിലായ CPMന് ഈ പുതിയ തെളിവുകൾ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്ത വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ രണ്ടാമതും എത്തിയതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നത്. നേരത്തെ ഒരു ചിത്രം പുറത്തു വന്നപ്പോൾ പോറ്റിയുടെ പിതാവിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതാണെന്നും രാജു എബ്രഹാം ഒക്കെ ഒപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കുന്ന കടകംപള്ളിയാണ് നമ്മൾ കണ്ടത്. എന്നാൽ പുതിയ ചിത്രം വ്യക്തമായി നമുക്ക് തരുന്നൊരു സന്ദേശം പോറ്റിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ദേവസ്വം മന്ത്രി എന്നുള്ളതാണ്. സ്വർണ്ണക്കൊള്ള നടന്ന കാലയളവിൽ മുഖ്യപ്രതിയുടെ വീട്ടിൽ നടത്തിയ മന്ത്രിയുടെ നിത്യസന്ദർശനങ്ങൾ കേസിൽ എന്തായാലും നിർണായകമായ വഴിത്തിരിവ് തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളിയുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും പുതിയ തെളിവുകൾ അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രതിയുടെ വീട്ടിൽ പോയി സമ്മാനങ്ങൾ നൽകുകയും ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തതിലൂടെ സ്വർണ്ണക്കടത്തിന് രാഷ്ട്രീയ തണൽ ലഭിച്ചുവെന്ന് SIT സംശയിക്കുന്നുണ്ട്. കടകംപള്ളിയെ പ്രതിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുന്നോടിയായി SIT ഇപ്പോൾ ഉന്നത തലത്തിലുള്ള രാഷ്ട്രീയ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. അനുമതി ലഭിച്ചാലുടൻ മുൻമന്ത്രിയെ കസ്റ്റഡിയിൽ എടുത്തേക്കും. എന്തായാലും നിർണായകമായ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കടകംപള്ളിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ അടുത്ത ബന്ധമുണ്ടായിരുന്നത് അദ്ദേഹം സ്ഥിരീകരിച്ചിരുന്നില്ല. എന്നാൽ തുടർച്ചയായി കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നതോടെ അദ്ദേഹത്തിന്റെ വാദഗതികൾ അതിന് അടിസ്ഥാനമില്ലാതെയാവുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും SITയുടെ അന്വേഷണം കൂടുതൽ വ്യാപകമായി കടകംപള്ളിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്.